നമസ്കാരം. പ്രധാന വാർത്തകൾ. 11 കിലോയിലധികം കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് SK സൂഫൽ, സുർജിത് ദാസ് എന്നിവർ. പട്ടാമ്പി എക്സൈസ് പരിദൂർ കരുവാൻപടിയിൽ നടത്തിയ പരിശോധനയിൽ 10 ഗ്രാം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കേസിൽ അറസ്റ്റിലായത് പശ്ചിമ ബംഗാൾ സ്വദേശികളായ നജ്റുൽ ഇസ്ലാം, SK ഇൻതാജ് എന്നിവർ. 1.25 കിലോയിലധികം കഞ്ചാവുമായി മണ്ണാർക്കാട് കൊട്ടപ്പാടത്ത് 2 ഇതര സംസ്ഥാനക്കാരായ യുവാക്കൾ പിടിയിൽ. പ്രദീപ് ജാന, ഹുസൈൻ മൊല്ല എന്നിവർ പോലീസിന്റെ പിടിയിലായത് നാട്ടുകാരുടെ സഹായത്തോടെ. പാലക്കാട് കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കേസിനാസ്പദമായ സംഭവം നടന്നത് മാർച്ച് 1-ന്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിൽ നോക്കുകുത്തിയാകുന്ന ഭരണകൂടത്തിനെതിരെ പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ നൈറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മാർച്ചിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. നാടിന്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന തലക്കെട്ടിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ലഹരി വ്യാപനം തടയാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് KPCC മെമ്പർ റിജിൽ മാത്യു. പൂരാരവത്തിൽ ചിനക്കത്തൂർ ആർപ്പുവിളികളുമായി ദേശങ്ങളിൽ കുതിരക്കോലങ്ങൾക്ക് തലവെപ്പ് ചടങ്ങ് ആവേശമായി. അയ്യയ്യോ ആർപ്പുവിളിയും ഒരുക്കങ്ങളുമായി പൂരാവേശത്തിന് തട്ടകം ഒരുങ്ങി. ദേശങ്ങളിൽ ഒരുക്കിയ ആനച്ചമയ പ്രദർശനം ദൃശ്യവിസ്മയമായി. പൂരം ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. CCTV, ഡ്രോൺ ക്യാമറകളുമായി നിരീക്ഷണം ഒരുക്കി പോലീസ്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. സംഭവത്തിൽ 3 പേർക്ക് കുത്തേറ്റു. അക്രമ സംഭവം നടന്നത് തിങ്കളാഴ്ച രാത്രിയിൽ. കുത്തേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പട്ടാമ്പിയിൽ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. പാലക്കാട് കൂട്ടുപാതയിൽ കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 3 പേരെ പോലീസ് പിടികൂടി. വടവന്നൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അബ്ബാസിനാണ് മർദ്ദനമേറ്റത്. മാർച്ച് 1-ന് വൈകിട്ട് 4:30യോടെയാണ് സംഭവം ഉണ്ടായത്. 3 പേർ പാലക്കാട് കൂട്ടുപാതയിലേക്ക് പോകാൻ അബ്ബാസിന്റെ ഓട്ടോയിൽ കയറി. കൂട്ടുപാതയിൽ നിന്ന് ആളൊഴിഞ്ഞ കാടു നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചെന്നും അബ്ബാസ് പറഞ്ഞു. കഞ്ചാവ് കടത്താനാണെന്ന് അറിഞ്ഞതോടെ പറ്റില്ലെന്ന് പറഞ്ഞതോടെ കൂടുതൽ പേർ ചേർന്ന് വീണ്ടും മർദ്ദിച്ചെന്നും അബ്ബാസ് പറഞ്ഞു. ഈ കേസിലാണ് 3 പേരെ പാലക്കാട് കസബ പോലീസ് പിടികൂടിയത്. ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ എന്ന ജിത്തു, അനീഷ്, കൂട്ടുപാത സ്വദേശി സ്മികേഷ് എന്ന ഷാജി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പിടിയിലായ 3 നിരവധി ലഹരിക്കടത്ത് കേസിലും അടിപിടി കേസുകളിലും പ്രതികളാണ്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അവർക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 11 കിലോയിലധികം കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ 33 വയസ്സുള്ള SK സൂഫൽ, നാദിയ ജില്ലയിലെ ഭട്ടുപുര സ്വദേശിയായ 36 വയസ്സുള്ള സുർജിത് ദാസ് എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മണ്ണുത്തി ഇൻസ്പെക്ടർ MK ഷമീറും സംഘവും വാണിയമ്പാറ പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ മുല്ലക്കര മാരിയമ്മൻ കോവിലിന് സമീപത്തുള്ള 6 വരിപ്പാതയ്ക്കടുത്ത ഫുട്പാത്തിൽ നിന്നിരുന്ന 2 പേർ പോലീസ് വാഹനം കണ്ട് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് അവരെ തടഞ്ഞു നിർത്തി കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് 11 കിലോ 620 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. ഇൻസ്പെക്ടർ MK ഷമീർ, സബ് ഇൻസ്പെക്ടർ വില്ലി മോൻ, സിവിൽ പോലീസ് ഓഫീസർ വേണുഗോപാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ H വിനു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 2 പേർ പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശികളായ 34 വയസ്സുള്ള നജ്റുൽ ഇസ്ലാം, 33 വയസ്സുള്ള SK ഇൻതാജ് എന്നിവരെ 110 ഗ്രാം കഞ്ചാവുമായി പള്ളിപ്പുറം പരിദൂർ കരുവാൻപടിയിൽ നിന്നുമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ നജ്റുൽ ഇസ്ലാം, SK ഇൻതാജ് എന്നീ അതിഥി തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ H വിനു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K ഷൺമുഖൻ, പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് രാജ്, നന്ദു, ഉണ്ണി, വിഷ്ണു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണാർക്കാട് കോട്ടപ്പാടത്ത് 1.25 കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ 2 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. പശ്ചിമ ബംഗാൾ സ്വദേശിയായ 35 വയസ്സുള്ള പ്രദീപ് ജാന, 34 വയസ്സുള്ള ഹുസൈൻ മൊല്ല എന്നിവരാണ് അറസ്റ്റിലായത്. യുവാക്കളെ പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെ. തിങ്കളാഴ്ച വൈകിട്ടാണ് ഇവരെ പിടികൂടിയത്. ഇടനിലക്കാരൻ വഴിയാണ് കഞ്ചാവിനു വേണ്ടി യുവാക്കളെത്തിയത്. കൂമഞ്ചേരിക്കുന്നിൽ വച്ച് യുവാക്കളെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിലും എക്സൈസിലും വിവരമറിയിച്ചു.
ഉടൻ നാട്ടുകൽ പോലീസും മണ്ണാർക്കാട് നിന്നും എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. യുവാക്കളിൽ നിന്നും 1 കിലോ 300 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തതായി മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫ് പറഞ്ഞു. പിടിയിലായവർ പൊന്നാനിയിൽ ജോലി ചെയ്യുന്നവരാണെന്നും ഇവർക്ക് കഞ്ചാവ് നൽകിയവരെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും എക്സൈസ് അറിയിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രവീൺ കുമാർ, ഷഹീർ അലി, സിവിൽ എക്സൈസ് ഓഫീസർ ഷിബിൻ ദാസ്, ഷഹീദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെയും കഞ്ചാവും കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. സംഭവത്തിൽ 3 പേർക്ക് കുത്തേറ്റു. തിങ്കളാഴ്ച രാത്രി 11:30 സംഭവം നടന്നത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലപ്പുറം മുണ്ടൻഞാറയിൽ തിങ്കളാഴ്ച രാത്രി 11:30 അക്രമ സംഭവം. പാടവരമ്പത്തിരിക്കുകയായിരുന്ന സംഘത്തിന് നേരെ ടോർച്ചടിച്ചതിനുള്ള വിരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പരിക്കേറ്റവരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിൽ നോക്കുകുത്തിയാകുന്ന ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായി പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്ത മാർച്ചിൽ പ്രതിഷേധമിരമ്പി. നാടിന്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന തലക്കെട്ടിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിൽ നോക്കുകുത്തിയാവുന്ന ഭരണകൂടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് പ്രതിഷേധമിരമ്പി. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ചു. മഹാവിപത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന ആഹ്വാനവുമായി കേരള മണ്ണിന് ലഹരി മാഫിയ കാർന്നു തിന്നുമ്പോൾ അതിനെതിരെ ചൂണ്ടുവിരൽ പോലും അനക്കാതെ സർക്കാർ സംവിധാനവും ഭരണകൂടവും. മാർച്ചിന്റെ ഉദ്ഘാടനം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ നിർവഹിച്ചു. നാടിന്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന തലക്കെട്ടിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പട്ടാമ്പിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ചെർപ്പളശ്ശേരി റോഡ് ജംഗ്ഷന് സമീപം നടന്ന സമാപന സമ്മേളനം റിജിൽ മാങ്കുറ്റി ഉദ്ഘാടനം ചെയ്തു. KS ജയഘോഷ്, ജയശങ്കർ കൊട്ടാരത്തിൽ, റിയാസ് മുക്കോളി, OK ഫാറൂഖ്, KR നാരായണസ്വാമി, അഡ്വക്കേറ്റ് രാമദാസ്, ഷാഫി കാരക്കാട്, ഗീതാ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചിനക്കത്തൂരിൽ ഇനി പൂരാരവം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ദേശങ്ങളിൽ കുതിരക്കോലങ്ങൾക്ക് തലവെച്ചു. ആർപ്പുവിളികളുമായി ഇരുചേരിയിലെ 16 കുതിരക്കോലങ്ങൾക്കാണ് തലവെച്ചത്. ഇതോടെ ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും മണിക്കൂറുകളാണ് ഇനി ചിനക്കത്തൂർ തട്ടകത്തിൽ. ആവേശം അലകടലായി. പൂരത്തലേന്ന് ഉച്ചയ്ക്ക് 2 മണി. അയ്യയ്യോ ആർപ്പുവിളികൾ ദേശങ്ങളിൽ ഇരമ്പി. ചിനക്കത്തൂർ പൂരത്തിന് എഴുന്നള്ളിക്കാനുള്ള കുതിരക്കോലങ്ങൾക്ക് തലവെച്ചു. ഇതോടെ ആരവങ്ങൾ അലയടിച്ചു വിവിധ ദേശങ്ങളിൽ. ആദ്യം പടിഞ്ഞാറഞ്ചേരിയിലെ പണ്ടാരക്കുതിരയ്ക്കാണ് തലവെച്ചത്. ഇതോടെ പടിഞ്ഞാറഞ്ചേരിയിലെയും കിഴക്കഞ്ചേരിയിലെയും മറ്റു 15 കുതിരക്കോലങ്ങൾക്കും ഒപ്പം തലവെച്ചു. 10,000 ഒഴുകിയെത്തും ചിനക്കത്തൂർ അമ്മയുടെ തട്ടകത്തിലേക്ക്. പൂരാവേശത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ചിനക്കത്തൂർ തട്ടകം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചിനക്കത്തൂർ പൂരം ബുധനാഴ്ച ആഘോഷിക്കും. ആഘോഷത്തിനായി ഭഗവതിയുടെ തട്ടകം ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു. ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. പൂരത്തിന്റെ ഭാഗമായി സുരക്ഷ ഒരുക്കി പോലീസ്. ആചാരത്തികവും ആഘോഷങ്ങളുടെ പെരുമയും സമന്വയിപ്പിച്ച ചിനക്കത്തൂർ പൂരത്തിന് ദേശങ്ങളൊരുങ്ങി നാളുകളായി. പൂരത്തോടനുബന്ധിച്ച് വിവിധ ദേശങ്ങളിലെ കലാപരിപാടികൾ ദിവസങ്ങളായി നടന്നുവരികയാണ്. വിവിധ ദേശങ്ങളിലെ അലങ്കാരപ്പന്തൽ കാണാനെത്തുന്നത് നിരവധി പേരാണ്. ബുധനാഴ്ച കാലത്ത് നടയടച്ച് കെട്ടിയിറക്കുന്നതോടെ വള്ളുവനാടിന്റെ പ്രൗഢിയുടെ പൂരത്തിന് തുടക്കമാകും. കുതിരയിളക്കൽ ചടങ്ങുകളോടെ പൂരാവേശത്തിന് തിരിതെളിയും. കുതിരകളും തട്ടിന്മേൽ കൂത്തും തിറയും വിവിധ മേളങ്ങളും കോമരവും ഗജവീരന്മാരും വിവിധ വേഷങ്ങളും ഒത്തുചേരുമ്പോൾ ആഘോഷത്തിന്റെ നിറവിൽ ആറാടും ചിനക്കത്തൂർ ക്ഷേത്രാങ്കണം. പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാകും. വെടിക്കെട്ടിന് അനുമതി കിട്ടിയതോടെ ആവേശത്തോടെയാണ് കരിമരുന്ന് പ്രേമികൾ വരവേറ്റത്. ജനസുരക്ഷ കണക്കിലെടുത്ത് വൻ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. 40ഓളം CCTV ക്യാമറകളും ഡ്രോണും ക്ഷേത്രാങ്കണവും പരിസര പ്രദേശങ്ങളും നിരീക്ഷിക്കും. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെയായിരിക്കും ഗതാഗത നിയന്ത്രണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കരയിൽ ഇറാം ഗ്രൂപ്പ് ഒരുക്കിയ ഇഫ്താർ സംഗമം മതമൈത്രിയുടെ വേദിയായി. ജാതിമത ഭേദമന്യേ 1000ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ശുദ്ധമായ റമദാൻ മാസം വേണ്ടതുകൊണ്ട് ധന്യമായ ബോധ്യത്തോടുകൂടി
ദീർഘായുസ് റഹ്മാനിലേക്ക് എത്തിച്ചു തരികയും ചെയ്യണമെന്ന് ദുആ ചെയ്തതാണ്. നമ്മളോടൊപ്പം ഈ ദുആയിൽ പങ്കെടുത്ത പലരും പല നേതാക്കളും ഉസ്താദുമാർ നമുക്കറിയാം. ഈയോട് ചില പ്രിൻസിപ്പളായ ബഹുമാനപ്പെട്ട അബ്ദുൽ റഹ്മാൻ മഹ്മൂദ് ഉസ്താദ്, അതുപോലെ തന്നെ ഒരു ഹാഫിലൂടെയായിരുന്ന മസ്ഊദ് ഹാഫിൽ സഖാഫി, പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരൊക്കെ ഈ ദുആയിനോടൊപ്പം പങ്കെടുത്ത ആൾക്കാരാണ്. ഉദാഹരണത്തിന് പറഞ്ഞു മാത്രം അങ്ങനെ നമ്മളവിടെ ഈ ദുആയിനൊപ്പം പങ്കെടുത്ത പലരും. മങ്കര കാരാട്ടുപറമ്പ് മഹല്ല് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് ജാഫർ സാദിഖ് അൻവരി പ്രാർത്ഥന ചൊല്ലി. പ്രമുഖ പ്രഭാഷകൻ നൌഷാദ് ബാക്കവി മുഖ്യപ്രഭാഷണം നടത്തി. കിഷോർ സ്വാമി, സുഭാഷ്, PM യൂസഫ്, മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ജബ്ബാർ മങ്കര, ഷംസു മങ്കര, ജമാൽ, AH സൈദൽവി, ഷംസുദ്ദീൻ മാങ്കുർശി, ഫളുലുൽ റഹ്മാൻ ഹുദവി, ഷറഫുദ്ദീൻ, PK മുഹമ്മദ് അലി, കണ്ണൻ, വേണു, നാസർ, സെയ്ദ് അഫ്സൽ, ഹംസ ഓരാമ്പള്ളം എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ KM മുഹമ്മദ് സ്വാഗതവും ITAL അബൂബക്കർ ഹാജി നന്ദിയും പറഞ്ഞു. നോമ്പുതുറയ്ക്കായി ബിരിയാണിയും പഴവർഗ്ഗങ്ങളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പിയിൽ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. പട്ടാമ്പി കൊപ്പം പാതയിൽ തെക്കുമുറിയിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇടിയിൽ 4 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പട്ടാമ്പി കൊപ്പം പാതയിലെ സ്ഥിരം അപകട മേഖലയായ തെക്കുമുറി വളവിലാണ് ചൊവ്വാഴ്ച വീണ്ടും വാഹനാപകടമുണ്ടായത്. 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം. കൊപ്പത്തു നിന്നും പട്ടാമ്പിക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മുന്നിൽ പോകുകയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയും ഇതേ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഗൂഡ്സ് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഗൂഡ്സ് ഓട്ടോറിക്ഷ മുന്നിലുണ്ടായിരുന്ന സ്കോർപിയോ കാറിൽ ഇടിച്ചുമാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരനായ കാരക്കാട് സ്വദേശി പ്രിയേഷിന് നിസാര പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ 4 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഗുഡ്സ് ഓട്ടോറിക്ഷയിലെയും സ്കോർപിയോയിലെയും ആളുകൾ വാഹനങ്ങൾ പാതയോരത്ത് നിർത്തിയിട്ട ശേഷം സമീപത്തെ കടയിലേക്ക് പോയപ്പോഴാണ് അപകടമുണ്ടായത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ ഭൂപടങ്ങളുടെ പ്രദർശനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു വെച്ച ഒരു കൊച്ചു നാടായിട്ട് കേരളത്തിന്റെ സവിശേഷത അവിടെയാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോഴും ഇപ്പൊ നമുക്കറിയാം 74 ഭരണഘടനാ ഭേദഗതി അല്ലെ, ആ ഭരണഘടനാ ഭേദഗതിയെ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയുന്ന നാടായി കേരളം നിൽക്കുകയാണ്. സ്വാഭാവികമായും സർക്കാർ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. ഭൂവിനിയോഗ ബോർഡിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള ഭൗമശാസ്ത്ര വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പ്രദർശനം കാണാനെത്തി. കോളേജ് വിദ്യാർത്ഥികൾക്ക് ജില്ലയിലെ വിവിധ ഭൂപ്രദേശങ്ങൾ സ്റ്റീരിയോസ്കോപ്പിലൂടെ കാണുന്നതിനും ഭൗമ സവിശേഷതകൾ കണ്ട് മനസ്സിലാക്കുന്നതിനുമുള്ള സൗകര്യവും പ്രദർശനത്തിനോടൊപ്പം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സാറ്റലൈറ്റ് ഇമേജുകൾ, ഏരിയൽ ഫോട്ടോകൾ, സെസ്ട്രൽ മാപ്പുകൾ, വിവിധ തീമാറ്റിക് മാപ്പുകൾ എന്നിവയും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവിനിയോഗ ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ RS സജീവ്, മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ Y കല്യാണകൃഷ്ണൻ, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ K സൈദലവി, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് MV ശശിലാൽ എന്നിവർ പങ്കെടുത്തു. വികസന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഏറെ ഉപകാരപ്പെടുന്നതായിരുന്നു പ്രദർശനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ലയൺസ് ക്ലബിന്റെയും ഷൊർണൂർ BRCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വടനംകുറിശ്ശിയിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു. വടനംകുറിശ്ശി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന വിതരണോദ്ഘാടനം ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് നിർവഹിച്ചു. BRC പരിധിയിലെ വിദ്യാലയങ്ങളിലെ 170 കുട്ടികൾക്കാണ് കണ്ണടകൾ നൽകിയത്. ലയൺസിന്റെ സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഷൊർണൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ BRCയുമായി സഹകരിച്ച വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം നടത്തിയത്. കുട്ടികളുടെ കാഴ്ച പരിശോധിച്ച ശേഷമായിരുന്നു ഇത്. ഷൊർണൂർ BRC പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ 170 കുട്ടികൾക്കാണ് കണ്ണടകൾ നൽകിയത്. വടനംകുറിശ്ശി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പങ്കെടുത്ത പരിപാടികളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഇന്നത്തെ ഈ ഒരു പരിപാടി കാണാൻ സാധിക്കുന്നത്. കാരണം ഷൊർണൂർ BRCയിലെ ഏകദേശം മുഴുവൻ സ്കൂളുകളിലെയും കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അത് തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ ഇവിടെ വിശദീകരിക്കേണ്ടായി. അധ്യാപകരുടെയും
രക്ഷിതാക്കളുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു ക്യാമ്പ് നടത്തുകയും അതിനുശേഷം ആരോഗ്യ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുത്ത കുട്ടികളെ പ്രത്യേക ക്യാമ്പ് നടത്തി അവർക്ക് ഏത് കുട്ടിക്ക് ഏത് തരത്തിലുള്ള കണ്ണടയാണോ വേണ്ടതെന്ന് മനസ്സിലാക്കുകയും. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാധാ വേണുഗോപാൽ അധ്യക്ഷയായിരുന്നു. പ്രദീപ് മേനോൻ പദ്ധതി വിശദീകരണം നടത്തി. ലയൺസ് മെമ്പർ നസീർ മുഖ്യാതിയായിരുന്നു. ഡോക്ടർ വേണുഗോപാൽ, ഫൗസിയ നസീർ, സൗമ്യ ഷിനു, വേണു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ അമ്പലപ്പാറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കൺവെൻഷൻ ചേർന്നു. KSKTU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസം 5-ാം തീയതി അധികാരം ഏറ്റെടുത്ത് 11-ാം തീയതി ഓർഡിനൻസ് ഇറക്കി. കുടിയൊഴിപ്പിക്കരുത്, പിന്നെ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കർഷകന്റെ പാടത്തിന് അവരെ ഒഴിപ്പിക്കരുത്. CPIM അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷനിൽ പുഷ്പ സ്വാഗതം പറഞ്ഞു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം C. ഗിരിജ, ജില്ലാ കമ്മിറ്റി അംഗം M. സുബ്രഹ്മണ്യൻ, ഏരിയ പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ, രാഗിണി, വില്ലേജ് സെക്രട്ടറി P. മുഹമ്മദ് കാസിം എന്നിവർ സംസാരിച്ചു. 15-അംഗ വനിതാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. കൺവീനറായി T. സജിതയെയും ജോയിന്റ് കൺവീനറായി S. ദീപമോളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓട്ടോറിക്ഷകളിലെ സൗജന്യ യാത്രാ സ്റ്റിക്കർ ഉത്തരവ് പിൻവലിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ മീറ്ററില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കണമെന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്നായിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ്. CITU, INTUC, STU, AITUC, BMS തുടങ്ങിയ സംഘടനകൾ സമരം നടത്താനിരിക്കെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തീരുമാനം പിൻവലിച്ചത്. വിദേശ രാജ്യത്തെ ഗതാഗത സംവിധാനം ചൂണ്ടിക്കാട്ടി സ്വകാര്യ വ്യക്തി നൽകിയ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടത്. യാതൊരുവിധ കൂടിയാലോചനകളുമില്ലാതെ ഉത്തരവിറക്കിയ നാൾ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധത്തിലാണ്. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തൊഴിലാളികളുടെ ആഹ്ലാദ പ്രകടനം 5 വിളക്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജയശങ്കർ, ജില്ലാ കമ്മിറ്റി അംഗം ഷംഷുദ്ദീൻ, യൂണിയൻ പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി അബ്ദുൽ സുക്കൂർ, ജില്ലാ കമ്മിറ്റി അംഗം ജെയ്സൺ പള്ളായി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി കനൽ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകപാത്ര നാടക നടി തേങ്കുറിശി ലതാ മോഹനനെ ആദരിച്ചു. അനുമോദന ചടങ്ങ് MN ലതാദേവി ഉദ്ഘാടനം ചെയ്തു. PP സുമോദ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. മനസ്സിലാകുന്നില്ല, ഇവറ്റകൾ പോലും ഇവറ്റകൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ടൊരിക്കൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിങ്ങളുടെ അടിമകളായി ഞങ്ങളുടെ പൂർവികർ പണിയെടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കൂ, പട്ടാമ്പി വിളയൂരിൽ ശോചനീയാവസ്ഥയിലായ ക്ഷേത്രക്കുളം ശുചീകരിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. നിരവധി പേർക്ക് ഉപയോഗപ്രദമായ വിളയൂർ കരിങ്ങനാട് കരിപ്പമണ്ണ ശിവക്ഷേത്രക്കുളമാണ് ശുചീകരിച്ചത്. നിരവധി ജനങ്ങൾ ഉപയോഗിക്കുന്ന വിളയൂരിലെ കരിങ്ങനാട് ഉള്ള കരിപ്പമണ്ണ ശിവക്ഷേത്രക്കുളം ഏറെക്കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു. അരികിടിഞ്ഞും ചളിയും പായലും നിറഞ്ഞ് കിടന്നിരുന്ന കുളം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ സഹകരണത്തോടെയാണ് വൃത്തിയാക്കിയത്. ക്ഷേത്രത്തിലെത്തുന്ന ജനങ്ങൾ ഉപയോഗിക്കുന്ന വലിയ കുളം പ്രദേശത്തെ പ്രധാന ജലസ്രോതസ് കൂടിയാണ്. ചണ്ടി ഏകദേശം വാരിക്കഴിഞ്ഞ് കുളം ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കയ്യും കാലും കഴുകുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നു. കാടുമൂടിയും പായലും മാലിന്യവും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലായിരുന്ന കുളം രാവിലെ മുതൽ നടന്ന ശ്രമദാനത്തിൽ കാടുവെട്ടിയും പായൽ നീക്കം ചെയ്തും ശുചീകരിച്ചു. പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കുളം മതിൽ കെട്ടിയും പടവുകൾ നിർമ്മിച്ചും സംരക്ഷിക്കുമെന്നാണ് ആവശ്യം ഉയർന്നത്. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഹരിദാസ്, കമ്മിറ്റി അംഗങ്ങളായ അനിൽ, രാമകൃഷ്ണൻ, KV ശ്രീധരൻ, ഗംഗാധരൻ, സുരേഷ് കുന്നത്തൊടി, ഉണ്ണി തക്കേതിൽ, രാജൻ, സതീഷ്, ജയരാജൻ, രഘു, നവീൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കല്ലേക്കാട് VMUP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ പഠനോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഷൗഫീഖ് ഉദ്ഘാടനം ചെയ്തു. BRC കോർഡിനേറ്റർ രുക്മൻ ടീച്ചർ, SRG കൺവീനർ ശുഭ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക നയന സ്വാഗതവും മുതിർന്ന അധ്യാപിക രൂപ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ പഠന മികവുകൾ വേദിയിൽ അരങ്ങേറി.
വിവിധ വിഷയങ്ങളിലെ പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ സ്റ്റാൾ പഠനോത്സവത്തിൽ ശ്രദ്ധേയമായി. അറബി അക്ഷരങ്ങൾ കൊണ്ട് ഒരുക്കിയ സമുന്നതരായ നേതാക്കന്മാരുടെ കാലിഗ്രാഫികളും 1 മുതൽ 4 വരെ അറബി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വിസ്മയം സൃഷ്ടിച്ചു. സ്കൂളിലെ അറബി അധ്യാപകനായ സൈഫുള്ളയുടെ നേതൃത്വത്തിലാണ് സ്റ്റാൾ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഷൊർണൂർ ജീവിത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വടനംകുറിശി ശ്രീനാരായണ കമ്പനിക്ക് അടുത്ത് താമസിക്കുന്ന നിർമ്മലയ്ക്ക് ഉപജീവന മാർഗമായി പെട്ടിക്കട കൈമാറി. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഇവർക്ക് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപമാണ് പെട്ടിക്കട സ്ഥാപിച്ചു നൽകിയത്. ഷൊർണൂർ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ KV സംയുക്ത, സെക്രട്ടറി അനുപ്രഭാവ് എന്നിവർ സംസാരിച്ചു. ഇന്ന് ജീവിത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ജീവകാരുണ്യ സാമൂഹിക സേവന രംഗത്ത് ഒരു തൂവൽ കൂടി ചാർത്തിക്കൊണ്ട് ഇന്ന് ജീവിത ട്രസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി നമ്മുടെ ഈ ഷൊർണൂർ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിലും അതോടൊപ്പം തന്നെ സാമൂഹിക സേവന രംഗത്തും നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു ട്രസ്റ്റാണ് ജീവിത ട്രസ്റ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാറ്റുലി കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും പൊതുജനങ്ങൾ പോലീസിൽ അറിയിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പോലീസിൽ വിശ്വാസമില്ലായ്മയോ രഹസ്യവിവരം ചോരുമെന്ന വിശ്വാസത്തിലാണോ? ലഹരിക്കെതിരെ ഒരു നാട് ഒന്നിക്കുമ്പോഴും ഒരു മാറ്റവുമില്ലാതെ ലഹരി കേസുകൾ തുടരുകയാണ്. ഇത് ആരുടെ വീഴ്ചയാണ്? മാറ്റുലിയിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ലഹരിക്കെതിരെ പ്രോബ്ലം എന്താ വെച്ചാൽ ആൾക്കാർക്ക് പേടിയാണ്. കാരണം ഈ ഒരു മാഫിയ വലിയൊരു മാഫിയ ആയതുകൊണ്ട് അവർ എങ്ങനെ റിയാക്ട് ചെയ്യും, അതിൻ്റെ ഭവിഷ്യത്തുകൾ, ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ എല്ലാവർക്കും പേടിയായതുകൊണ്ടാണ് ആൾക്കാർ മാക്സിമം റിയാക്ട് ചെയ്യാത്തത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് പിള്ളേരുടെ ഇടയിലുള്ള ഒരു ലഹരി ഉപയോഗം കൂടി വരികയാണ്. അപ്പോൾ ആസ് പാരൻസ് നമ്മൾ സ്കൂളിലെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സായിട്ടും മാനേജ്മെൻ്റ് ആയിട്ടും കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയാൽ അത് കുറച്ചൊക്കെ നമുക്ക് തടയാം. കാരണം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് സ്റ്റുഡൻസിൻ്റെ കാര്യം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമുക്ക് തുടച്ചു മാറ്റേണ്ടത്. അപ്പോൾ ആരൊക്കെയാണ് ബന്ധപ്പെട്ട് റാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവിടെ ഇൻഫോം ചെയ്യാനും പോലീസിനെ ഇൻഫോം ചെയ്യാനും അതിന് ശക്തമായ നടപടിയെടുക്കാനും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് തടയാൻ പറ്റും. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇതിനെതിരെ ഒന്ന് ആക്റ്റീവായിരിക്കുക, ജാഗരൂകരായിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. 100% നീക്കാൻ പറ്റില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. കേസുകൾ കൂടി വരുന്ന വീഴ്ച പറഞ്ഞാൽ ഓക്കെ, നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വീഴ്ച എന്ന് പറയാനില്ല, പക്ഷേ അവർക്കും അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റാഫിനെ ഉണ്ടായാലും ഒരുപാട് ലിമിറ്റേഷൻസ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എംപ്ലോയീസിൻ്റെ എണ്ണം കുറവ്, അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടിയും ആ ഫോഴ്സിനെ കുറച്ചും സ്ട്രോങ് ആക്കിയാൽ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രധാന വാർത്തകൾ വീണ്ടും. 11 കിലോയിലധികം കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് SK സൂഫൽ, സുർജിത് ദാസ് എന്നിവർ. പട്ടാമ്പി എക്സൈസ് പരിദൂർ കരുവാൻപടിയിൽ നടത്തിയ പരിശോധനയിൽ 10 ഗ്രാം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കേസിൽ അറസ്റ്റിലായത് പശ്ചിമ ബംഗാൾ സ്വദേശികളായ നജ്റുൽ ഇസ്ലാം, SK ഇൻതാജ് എന്നിവർ. 1.25 കിലോയിലധികം കഞ്ചാവുമായി മണ്ണാർക്കാട് കൊട്ടപ്പാടത്ത് 2 ഇതര സംസ്ഥാനക്കാരായ യുവാക്കൾ പിടിയിൽ. പ്രദീപ് ജാന, ഹുസൈൻ മല്ല എന്നിവർ പോലീസിന്റെ പിടിയിലായത് നാട്ടുകാരുടെ സഹായത്തോടെ. പാലക്കാട് കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കേസിനാസ്പദമായ സംഭവം നടന്നത് മാർച്ച് 1-ന്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിൽ നോക്കുകുത്തിയാകുന്ന ഭരണകൂടത്തിനെതിരെ പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ നൈറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മാർച്ചിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. നാടിന്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന തലക്കെട്ടിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ലഹരി വ്യാപനം തടയാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് KPCC മെമ്പർ റിജിൽ മാത്യു. പൂരാരവത്തിൽ ചിനക്കത്തൂർ ആർപ്പുവിളികളുമായി ദേശങ്ങളിൽ കുതിരക്കോലങ്ങൾക്ക് തലവെപ്പ് ചടങ്ങ് ആവേശമായി. അയ്യയ്യോ ആർപ്പുവിളിയും ഒരുക്കങ്ങളുമായി പൂരാവേശത്തിന് തട്ടകം ഒരുങ്ങി. ദേശങ്ങളിൽ ഒരുക്കിയ ആനച്ചമയ പ്രദർശനം ദൃശ്യവിസ്മയമായി. പൂരം ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. CCTV, ഡ്രോൺ ക്യാമറകളുമായി നിരീക്ഷണം ഒരുക്കി പോലീസ്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. സംഭവത്തിൽ 3 പേർക്ക് കുത്തേറ്റു. അക്രമ സംഭവം നടന്നത് തിങ്കളാഴ്ച രാത്രിയിൽ. കുത്തേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പട്ടാമ്പിയിൽ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.